blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിനെ സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്കായി ലോകം എമ്പാടുമുള്ളവർ ലക്ഷോപലക്ഷം പേർ ഒരുമിച്ച് ചേർന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഹന്ന സുസൈൻ റോണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോളുടെ ബർത്ത്ഡേ നാളെയാണല്ലോ കർത്താവേ. അപ്പോൾ തന്നെ അവളുടെ കസിൻ അദ്വൈത് ജോസഫ് വെനൂസ് 8th ബർത്ത്ഡേയും നാളെയാണല്ലോ കർത്താവേ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ സമയത്ത് ഹന്നയ്ക്ക് വേണ്ടിയും അദ്വൈതിന് വേണ്ടിയും ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രണ്ടുപേർക്കും നല്ല ആരോഗ്യം നൽകണമേ. മാത്രമല്ല, ദൈവഭയത്തിൽ ഈ പൈതങ്ങൾ വളരുവാൻ, വിദ്യാഭ്യാസത്തിലും നല്ലൊരു ഭാവിയിലും അനുഗ്രഹിക്കപ്പെടുവാനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. And happy birthday Hannah and Advait. God bless you both. അപ്പോൾ തന്നെ കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇടപ്പള്ളി എന്നുള്ള PS ജാഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ തൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജാഫർ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ബാങ്ക് ലോണുകൾ മുഴുവൻ തിരിച്ചടക്കുവാനുള്ള വലിയ അനുഗ്രഹം തന്നെ മേൽ കൊടുക്കണമേ. കൂടാതെ എല്ലാ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോർട്ട് കേസിൽ കർത്താവെ, ആ പ്രോപ്പർട്ടിയോട് ബന്ധപ്പെട്ട ആ കേസിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകേണ്ടതിന് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കാര്യങ്ങളിൽ ദൈവം ഈ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് 2013 വയറുവേദന തുടങ്ങി. അതായത് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്നത് അത് അമിതമായ വേദനയായിരുന്നു. വല്ലാതെ താൻ ബുദ്ധിമുട്ടി മെഡിസിൻസ് എല്ലാം കഴിച്ചു, പക്ഷേ കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി ഇവർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറഞ്ഞ പ്രെയർ പ്രോഗ്രാം കാണുന്ന കുടുംബമാണ്. ബ്രദർ ഡാമിയൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറഞ്ഞു. റീന എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെയുള്ള അസുഖത്തിൽ നിന്നും കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞത് അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിൽ പിന്നെ ആ പീരീഡ്സിൻ്റെ സമയത്ത് വരുന്ന വേദനയോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. അതുമാത്രമല്ല, മരുന്ന് കഴിക്കേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സൗഖ്യം മറ്റൊരു അനുഗ്രഹത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം 2010 ഇവരെ വിവാഹം കഴിഞ്ഞു. ഏകദേശം നീണ്ട 4 വർഷത്തോളം ഇവർ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവിടെ നമ്മുടെ 2014 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ കടന്നു വന്നു. അന്ന് നവംബർ മാസത്തിൽ ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇവരിവിടെ വന്ന് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പണം ഏൽപ്പിച്ചിരുന്നു. ഇവർ ദൈവവേലയ്ക്ക് ചുമൽ കൊടുത്തു. സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അന്ന് അതിനുശേഷം പ്രെയർ റിക്വസ്റ്റ് എഴുതി കൊടുത്തു. പക്ഷേ ഏറ്റവും അവസാനം ഡാമിയൻ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് രോഗികൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഇവർ പോയി. പക്ഷേ 2014 ഡിസംബർ 27 തീയതിയാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതിനുവേണ്ടിയാണ് ഇത് സ്പോൺസർ, ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന, കുഞ്ഞുണ്ടാകാനുള്ള പ്രാർത്ഥന വിഷയമെല്ലാം എഴുതി കൊടുത്തിരുന്നു. 2014 ഡിസംബർ മാസം തന്നെ 29 തീയതി ടെലികാസ്റ്റ് ചെയ്തു. ഈ വിഷയം എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ചെയ്തത്, അതേ തൊട്ട് അടുത്ത 2015 ആദ്യ മാസത്തിൽ തന്നെയും താൻ പ്രഗ്നൻ്റ് ആണെന്ന് തെളിഞ്ഞു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലോ. ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് അന്നത്തെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഷമാസിൻ്റെ തൊട്ടരികിൽ അതിമനോഹരമായൊരു പെൺകുട്ടി നോക്കിയ ഗ്രേസ്, 6 മാസം പ്രായമുണ്ട്. നല്ലൊരു ദൈവ പൈതലിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ശരിക്കൊരു ഗ്രേസ് ആണ്. മുഖത്തേക്ക് നോക്കിക്കേ, എന്തൊരു ഗ്രേസ് ആണെന്ന് നോക്കിക്കേ. അന്ന് പ്രാർത്ഥിച്ച ഇതിനിടയിൽ എൻ്റെ പ്രാർത്ഥനാ ഡയറിയിൽ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ഒരു പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നില്ല, മറ്റുള്ളവർ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. കർത്താവ് ഏറ്റവും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എനിക്കിവിടെ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ
ഓർക്കുക, അതിനകത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനയുടെയും മറുപടികൾ ചിലർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്കൊക്കെ ഓൺ ദ വേ ആണ്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. കാരണം നിങ്ങളൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആ ഒരു എപ്പിസോഡിലൂടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്രയും പേരുടെ അനുഗ്രഹങ്ങൾ നിമിത്തമായിട്ട് ദൈവം എന്താ പറയുക, സ്പോൺസർ ചെയ്തിരിക്കുന്നവരെ കൂടെ അനുഗ്രഹിക്കുകയാണ്. ഇതിനാ നമുക്ക് ഈ ഗ്രേസിന് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അല്ലേ? കൈകൾ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗ്രേസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കൊടുത്ത ദാനമാണ്, അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവൾ വളർന്നു വരുമ്പോൾ അനേക ആയിരങ്ങളെ, ലക്ഷങ്ങളെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു നല്ലൊരു ഗായികയായി ഇവൾ തീരട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവളുടെ വാക്കുകളുടെ ശബ്ദം ചെല്ലുന്നിടത്ത് കർത്താവെ മാനസാന്തരവും വിടുതലും ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Abu Dhabi Blessing Festival, April 12th, 2016, Tuesday. Time 7 p.m. to 10 p.m. Hotel Grand Mercure Residence, Zayed the First Street, Electra Street, Tourist Club area. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai. Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ, അതിന് ആദ്യത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ധൂർത്തപുത്രനെ കുറിച്ചാണ് കാണുന്നത്. ഒരിടത്ത് ഒരപ്പന്, എല്ലാവർക്കും ഈ കഥ അറിയാം എങ്കിലും ഞാൻ ചുരുക്കമായി പറയുന്നു, 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ അവകാശമെല്ലാം ചോദിച്ചിട്ടുണ്ട്, ദൂരസ്ഥലത്തേക്ക് അവകാശമെല്ലാം എടുത്തുകൊണ്ടുപോയി എല്ലാം നഷ്ടമാക്കി തിരിച്ചപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ഒരു മൂത്തപുത്രൻ അപ്പൻ്റെ അടുക്കൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് വീട്ടിനുള്ളിൽ കയറാതെ അപ്പനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മൂത്തപുത്രൻ. ഹല്ലേലൂയ. നമ്മളിൽ ചിലപ്പോഴൊക്കെ ഈ മൂത്തപുത്രൻ്റെ സ്വഭാവം ഇടയ്ക്കൊക്കെ നമ്മളിൽ പൊങ്ങി വരാറുണ്ട്. അവൻ കാണിച്ചിട്ടുള്ള 5 അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റായ 5 സ്വഭാവ രീതികളുണ്ട്. എന്താണ് ഈ മകൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഈ ഒന്നാമത്തെ അവൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് അതിൻ്റെ 25, 27 വചനങ്ങളിൽ വരുമ്പോൾ നാം കാണുന്നതാണ്, അവൻ വയലിലായിരുന്നു. 25-ാമത്തെ വചനത്തിൽ അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്താഘോഷവും കേട്ടു. ഇപ്പോൾ വീട്ടിനകത്ത് മുഴുവൻ വലിയ സന്തോഷം. പിതാവ് മോതിരമിടിവിക്കുന്നു, ഇളയ മകനെ മേലങ്കി അണിയിക്കുന്നു, കാലിൽ ചെരുപ്പണിയിച്ചിരിക്കുന്നു, തടിച്ച ബാക്കി എന്താണ് കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു. വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ നടക്കുമ്പോൾ മൂത്ത മകൻ ഇതൊന്നും അറിയാതെ അവൻ എവിടെയാണ്? വയലിലാണ്. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും, അയ്യോ എത്ര മനോഹരമായൊരു കാര്യമാണ്, വയലിലല്ലേ നിൽക്കുന്നത്. ശരിയാണ്, അപ്പൻ്റെ വയലിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ അവൻ അപ്പൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് ഈ വയലിനെ കാണിക്കുന്നത്? ഈ വയൽ എന്നുള്ളത് പുറമേയുള്ള, ആത്മീകമെന്ന് കരുതുന്ന പുറമേയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ വയലായി മാറും. ചിലപ്പോൾ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊരു വയലായി നിൽക്കാം. ഇതൊക്കെ കർത്താവ് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പള്ളിയിൽ പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം. പക്ഷെ അത് പലതും ഉള്ളിൽ തട്ടിക്കൊണ്ടല്ലാതെ പുറമേ നിന്നുകൊണ്ട് മാത്രം ചെയ്യുമ്പോൾ അതൊരുവൻ്റെ വയലായി
വയലായി നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് എപ്പോഴും കാണുന്നത് നാം വയലിൽ നിൽക്കുകയല്ല, മറിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ അവൻ നൽകുന്ന സന്തോഷം അനുഭവിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമായി കാണുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഇവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 28-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവൻ കോപിച്ചു, അവൻ അകത്ത് കടക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ രണ്ടാമത്തെ ഓൾഡ് സൺ വാസ് ഇൻ ദ ഫീൽഡ്, നോട്ട് ഇൻ ഹിസ് ഫാദേഴ്സ് ഹൗസ്. അവൻ ഒരിക്കലും പിതാവിന്റെ വീട്ടിനകത്തായിരുന്നില്ല, പകരം എന്തായിരുന്നു? അവൻ പുറത്തായിരുന്നു. എന്ന് മാത്രമല്ല, അവൻ അകത്തേക്ക് കടക്കുവാനായിട്ട് അവൻ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. ചില ആളുകൾക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്താലേ ആത്മീകമായിട്ട് വളരുകയുള്ളൂ എന്നുള്ളത് പലർക്കും അറിയാമെങ്കിലും മനഃപൂർവ്വമായി തന്നെ അകത്തേക്ക് കടക്കില്ല. പറയുമ്പോൾ പറയും, എന്താണ്, എനിക്ക് വളരെ തിരക്കാണ്, ബിസിയാണ്, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഇന്നിന്ന പ്രവൃത്തികൾ ചെയ്യാനുണ്ട്, ഇന്നിന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. പലപ്പോഴും നമ്മുടെ തിരക്കുകളുടെ കണക്കുകൾ പറഞ്ഞ്, ഉത്തരവാദിത്തങ്ങളുടെ കണക്കുകൾ പറഞ്ഞ്, മറ്റു പല സാമൂഹിക ബന്ധങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിൽ കയറുന്നതിന് പലപ്പോഴും നാം തടസ്സങ്ങൾ പറയാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ട് ഒരു സന്ദേശമേ ഉള്ളൂ. ഒരു കാരണം പറഞ്ഞും ഒരു തടസ്സം പറഞ്ഞും പിതാവിൻ്റെ ഭവനത്തിൽ കയറാതെ പുറത്ത് നിൽക്കരുത്. ബൈബിളിൽ തന്നെ പറയുന്നത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്ത് നിൽക്കുന്നു എന്നാണ്. ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒത്തിരിയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാലുണ്ടല്ലോ സിസ്റ്ററെ, പിന്നെ നമ്മളിപ്പോൾ വല്ല കാലത്തോ കടിക്കുന്ന മദ്യപാനമേ, ചെറിയൊരു പാർട്ടിക്ക് കഴിക്കുന്ന അത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ചില ആളുകൾ പറയുന്നത് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പോയി കഴിഞ്ഞാലേ മറ്റു പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെയായി പോകുമല്ലോ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഓർക്കുക, ഒരു കാരണം ചൊല്ലിയും പിതാവിൻ്റെ ഭവനത്തിൽ കയറുന്നതിന് തടസ്സമായി നാം മാറി നിൽക്കരുത്. ആ തടസ്സങ്ങളെ മാറ്റിയിട്ട് പിതാവിൻ്റെ ഭവനത്തിനകത്തേക്ക് കയറേണ്ട കാര്യമാണ് എങ്ങനെയും നാം ചെയ്യേണ്ടത്. ഇവിടെ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് അകത്ത് കയറാതിരിക്കുന്നത്? ആ മനുഷ്യൻ പറയുന്ന കാര്യം നോക്കുക. നിങ്ങളുടെ മകൻ ആ പിതാവിനെ നോക്കിയിട്ട് പറയുക, ഇളയ മകൻ, അവൻ എത്ര നിഷ്ഠൂരനായി ജീവിച്ചവനാണ്, എത്ര പാപത്തിലൂടെ കടന്നുപോയവനാണ്, വ്യഭിചാരികളുടെ കൂടെ ജീവിച്ച് പണം നഷ്ടമാക്കിയവനാണ് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നാൽ അവനൊരു സത്യം മനസ്സിലാക്കിയില്ല. അതിനേക്കാൾ അതിനിടയിൽ വെച്ച് ഇവനൊരു മാനസാന്തരം ഉണ്ടായെന്നും പിതാവ് അവനെ സ്വീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യവും ഈ മൂത്തപുത്രന് മനസ്സിലാകാതെ പോയി. എന്താ സംഭവിക്കുന്നത്? പിതാവിൻ്റെ ഭവനത്തിൽ കയറാതെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഭവനത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെയാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വെളിപ്പാടില്ലാതെയാകും. ഇതുപോലെ നിങ്ങളെ വിമർശിക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടായി എന്ന് പറയുമ്പോൾ, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ, യേശുവിൽ നിന്നൊരു അനുഗ്രഹം കിട്ടിയതിൻ്റെ സാക്ഷ്യം നിങ്ങൾ പങ്കുവെക്കുമ്പോൾ, ചില ആളുകൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കും. ഓർക്കുക, പുറത്ത് നിൽക്കുന്നവനാണ് പരിഹസിക്കുന്നത്, എന്നാൽ അകത്ത് വന്നവന് പിതാവിൻ്റെ സ്നേഹം അറിയാവുന്നത് കൊണ്ട് ആ പരിഹാസം അവനൊരു പ്രശ്നമേ അല്ല. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? മറ്റൊരു വസ്തുത നമുക്ക് ആ വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന ഒരു പിതാവ് ആ മകനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, പിതാവ് പുറത്തു വന്ന് അവനോട് അകത്ത് കടക്കുവാനായി അപേക്ഷിച്ചു. എന്നിട്ടും അവൻ എന്താ പറയുന്നത്? ഞാൻ അകത്തേക്ക് കടക്കില്ല. ഹല്ലേലൂയ. ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ പിതാവ് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പുറത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ പിതാവ് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടി, ദൈവ സന്ദേശം കേൾക്കുവാൻ വേണ്ടി, ദൈവിക ആരാധനയിലേക്ക് വരുവാൻ വേണ്ടി, പ്രാർത്ഥനയിലേക്ക് വരുവാൻ വേണ്ടി, ദൈവ വഴിയിൽ ജീവിക്കുവാൻ വേണ്ടി, ദൈവിക കൂട്ടായ്മയിൽ നടക്കുവാൻ വേണ്ടി പിതാവ് ഓരോ വ്യക്തികളെയും അതത് കാലഘട്ടങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബലം പിടിച്ചുകൊണ്ട്, മസിൽ പിടിച്ചുകൊണ്ട് ഞാൻ കയറില്ല എന്ന് പറഞ്ഞാൽ
പിതാവിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമുക്കൊരു ഭാഗ്യം തന്നു. മസിൽ പിടിക്കാതെ, ബലം പിടിക്കാതെ നമ്മുടെ പിതാവ് അകത്ത് കയറ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ധൂർത്തപുത്രനെ പോലെ, അല്ലെങ്കിൽ മൂത്തപുത്രൻ മാനസാന്തരപ്പെട്ട് അകത്ത് കയറിയതുപോലെ അകത്ത് കയറാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം നൽകി. ഹല്ലേലൂയ. മൂന്നാമത്തെ അവൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് സ്വയം നീതിമാൻ എന്ന് കരുതിയിരുന്ന വ്യക്തിയായിരുന്നു ഈ മൂത്തപുത്രൻ എന്നുള്ളത്. അതിൻ്റെ 29 വചനത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്ന അവൻ അപ്പനോട് പറയുക, എത്രയോ വർഷമായി ഞാൻ അടിമയെപ്പോലെ. അവൻ നീതിമാനാണെന്നുള്ളതിൻ്റെ തെളിവ്, അവനെ തന്നെ നീതിമാനായിട്ട് അവൻ കരുതുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. അവൻ പറയുകയാണ്, എത്രയോ നാളായി ഞാൻ അടിമയെപ്പോലെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മക്കൾ അപ്പന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരിക്കലും അടിമയായിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? സ്നേഹത്തിൽ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ? ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവവേലയുടെ ഏതെങ്കിലും ഭാഗം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടിമപ്പണി ചെയ്യുകയല്ല, അടിമവേല ചെയ്യുകയല്ല. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിയാണത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആരാധന, നമ്മുടെ കൊടുക്കലുകൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് എല്ലായ്പ്പോഴും ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെ അല്ലേ എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അടിമപ്പണി ചെയ്യുകയാണെന്ന് അവൻ കരുതുകയാണ്. രണ്ടാമതായിട്ട് അവൻ പറയുകയാണ്, ഞാൻ നിന്റെ എല്ലാ കൽപ്പനകളും ഞാൻ ഒരിക്കൽ പോലും ലംഘിച്ചിട്ടില്ലല്ലോ. സ്വന്തം വീട്ടിൽ കയറാതെ അകത്ത് വാ മോനെ എന്നും പറഞ്ഞ് കൈ പിടിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനോട് വീട്ടിൽ കയറാതെ നിന്നുകൊണ്ട് പറയാ, ഞാൻ ഒന്നും ലംഘിച്ചിട്ടില്ലെന്ന്. അകത്ത് കയറുന്ന അതിന് തൊട്ടു മുമ്പേ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടില്ല? കേറിയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ പുള്ളി പറയുകയാണ്, ഞാൻ ഒരു തെറ്റുപോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഓർക്കുക, ബൈബിൾ പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മളിൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ തോന്നും, ഞാൻ ഒരു തെറ്റും, പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നോവിച്ചിട്ടില്ല. പക്ഷെ ഹൃദയം കൊണ്ട് നാം ചിന്തിച്ചു കൂട്ടുന്ന പാപങ്ങൾ എത്ര വലുതാണ്. വായ കൊണ്ട് നാം അറിയാതെ പറഞ്ഞു പോകുന്നതും അറിഞ്ഞുകൊണ്ട് പറയുന്നതുമായ തെറ്റുകൾ എത്ര വലിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാത്ത ആരുമേ ജീവിച്ചിരിക്കുന്നില്ല. നാം ആരും തന്നെ സ്വയം നീതിമാൻ എന്ന് പറയാൻ അവകാശമുള്ളവരായി ഈ ഭൂമിയിൽ ആരുമേ ഇല്ല. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമ്മെ നീതിമാനാക്കിയാൽ മാത്രമേ നാം ഓരോരുത്തരും നീതിമാന്മാർ ആയിത്തീരുകയുള്ളൂ. ഒരിക്കൽ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഓർക്കുക, ഇവൻ അഹങ്കരിച്ചുകൊണ്ട് പറയുക, നിന്റെ മകൻ ഇതിന്റെ കാര്യമുണ്ടോ? നിന്റെ മകൻ അത് കൊടുക്കാൻ പാടുണ്ടോ? അവനിതെല്ലാം നശിപ്പിച്ചു കളഞ്ഞതല്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് വ്യക്തിക്ക് ഏത് നന്മ എപ്പോൾ എങ്ങനെ എന്നുള്ളത് കൊടുക്കുവാനുള്ള പൂർണ്ണാവകാശം സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. നിനക്കൊരു നന്മ നൽകുമ്പോൾ, നിനക്കൊരു അനുഗ്രഹം നൽകുമ്പോൾ എന്തുകൊണ്ട് അവൻ അത് കിട്ടി എന്ന് ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ ദൈവം തമ്പുരാൻ ആരെയും ആക്കി വെച്ചിട്ടില്ല. ദൈവം സകലർക്കും നന്മ കൊടുക്കുന്നവനാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നാം കാണുന്നു, ദൈവം നീതിമാനും നീതി കെട്ടവനും എന്ത് കൊടുക്കുന്നുണ്ട്? മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാനാണോ നീതിമാൻ അല്ലയോ എന്ന് ചോർത്ത് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ദൈവം ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഓർക്കുക, ദൈവം ആർക്കും നന്മ കൊടുക്കും. ആർക്കും അവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി. ഇവിടെ ഈ മനുഷ്യനെ പറ്റി ഏറ്റവും വലിയ തെറ്റ്, അവൻ ചിന്തിച്ചു, ഇവൻ വലിയ പാപിയല്ലേ, ഇവനിതൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് ചിന്തിച്ചു. പക്ഷെ ഓർക്കുക, ദൈവം ഒരിക്കലും മുഖമല്ല നോക്കുന്നത്, ഹൃദയത്തെയാണ് നോക്കുന്നത്. അവൻ്റെ ഏറ്റവും അവസാനത്തെ പരാജയത്തിലേക്ക് ഞാൻ പോവുകയാണ്, തെറ്റിലേക്ക് പോയി. അവൻ്റെ 5ാമത്തെ പരാജയം എന്നുള്ളത് ദൈവികമായ പ്രധാനപ്പെട്ട 2 വസ്തുതകൾ കാണാൻ അവന് പറ്റിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു ആ 2 വസ്തുതകൾ എന്നുള്ളത്? ഒന്നാമത്തെ കാര്യം, പിതാവിൻ്റെ അടുക്കൽ പരാതി പറയുമ്പോൾ അതിൻ്റെ 31 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പിതാവ് പറയുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു മകനെ. ഇവൻ ഇത്രയും നേരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത്, മറുതലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പേരിലാണ്? സകല അവകാശവും
എടുത്തോണ്ട് പോയവൻ എല്ലാം തീർത്തിട്ട് തിരിച്ചു വന്നിരിക്കുക. ഇനി ബാക്കിയിരിക്കുന്നത് മുഴുവൻ ആരുടെ അവകാശമാണ്? എൻ്റെ അവകാശമാണ്. ഇനി ആ അവകാശത്തിൽ നിന്നുകൂടെ എടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിതാവ് പറയുന്നത് നോക്കിയേ, എൻ്റേതെല്ലാം നിൻ്റേതാണ്. ഹല്ലേലൂയ. ഒരു ആത്മീക അർത്ഥം അവിടെ ഇരിക്കുന്നുണ്ട്. പിതാവ് തന്നിട്ടുള്ള സകലതും അത് നമ്മുടെ അവകാശം തന്നെയാണ്. അതിനുവേണ്ടി ഒരിക്കലും മൽപ്പിടുത്തം നടത്തേണ്ട ആവശ്യമില്ല, വഴക്കിടേണ്ട ആവശ്യമില്ല. അടുത്തൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നത്, അവിടെ പിതാവ് പറയുന്നത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കുക എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ സ്വന്തം സഹോദരൻ മരിച്ചവനായവൻ ജീവിച്ചു വന്നു. അവൻ്റെ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരം തന്നെയാണെന്ന് തിരിച്ചറിയാനായിട്ട് മൂത്തപുത്രന് സാധ്യമല്ലാതെ വന്നു. ഈ കഥയുടെ പര്യവസാനം എന്തായിരിക്കും? മൂത്തപുത്രൻ വീട്ടിനകത്ത് കയറിയോ കയറിയില്ലയോ? ഇത് രണ്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കഥ പൂരിപ്പിക്കുവാൻ ദൈവം നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ധൂർത്തപുത്രനെ പോലെ എൻ്റെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ നിൽക്കാം. ഇത് അവരവരുടെ ജീവിതം അവസാനിക്കുമ്പോഴാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷേ എനിക്ക് ഒടുവിലായി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ തീർക്കാൻ പറ്റുകയുള്ളൂ. ഇവിടുത്തെ മൂത്തപുത്രൻ ഇളയ പുത്രനോട് വലിയ എന്താ പറയുക, നീരസവും അതുപോലെ തന്നെ വലിയ കോപവും ഒക്കെ പ്രകടിപ്പിച്ചിരിക്കുക. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ധൂർത്തപുത്രന്മാരായ നമ്മയൊക്കെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ഒരു മൂത്തപുത്രനുണ്ട്. അവൻ്റെ പേരൊന്ന് പറയാമോ? ബൈബിളിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു, മക്കളെങ്കിലോ നാം അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ട് അവകാശികളും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണ് നമ്മുടെ മൂത്ത സഹോദരൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന മൂത്ത സഹോദരന് നമ്മോട് അസൂയയില്ല, അവന് നഷ്ടബോധമില്ല. നമ്മുടെ തിരിച്ചുവരവിൽ അവൻ അസൂയയില്ല, സങ്കടമില്ല. അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ സഹോദരന്മാർ എല്ലാവരും തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ മൂത്ത സഹോദരൻ അവൻ്റെ അവകാശത്തിൻ്റെ ഒരു പങ്കും കൂടെ ഇളയ സഹോദരന്മാരായ വ്യക്തികൾക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് യേശു ക്രിസ്തു എന്ന മൂത്ത സഹോദരനിൽ, മൂത്ത പുത്രനിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹം എന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നന്മകൾ നൽകുന്ന ഒരു മൂത്ത സഹോദരനുണ്ട്. അവൻ്റെ പേരാണ് യേശു. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സഹോദരന്മാരില്ലേ, ആങ്ങളയില്ലേ, ഭർത്താവില്ലേ, അപ്പനില്ലേ, ഒരു പ്രശ്നവും ഇല്ല. കൂടുതൽ കരുതൽ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും. ഒരു മൂത്ത പുത്രനിൽ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? നേരത്തെ പഠിപ്പിച്ച മൂത്തപുത്രൻ്റെ ഒരു സ്വഭാവവും നമ്മൾ എടുത്തു പോകരുത്. എന്നാൽ ഒരു മൂത്ത പുത്രനിൽ എന്തൊക്കെ യോഗ്യതകളാണ് നമുക്ക് വേണ്ടത്? അതെല്ലാ യോഗ്യതകളുമുള്ള ഒരു മൂത്ത പുത്രനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൽ കാണുന്ന ദയ, അവനിൽ കാണുന്ന മനസ്സലിവ്, അവനിൽ കാണുന്ന കരുണ, അവനിൽ കാണുന്ന രക്ഷയുടെ ദൗത്യം, ഇതൊക്കെയാണ് ഒരു മൂത്ത പുത്രനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ കൈ നീട്ടി രോഗികളെ തൊടണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ മുഴുവൻ, ശരീരത്തിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റത്തെ, അസ്ഥികളെ മുഴുവൻ ബാധിക്കുന്ന ചില രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാകട്ടെ. അസ്ഥികളിലെ ബലക്ഷയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ ഓർമ്മക്കുറവ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. ഉറങ്ങാൻ കഴിയാത്ത പല വ്യക്തികളെയും കർത്താവ് ഈ സമയത്ത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കത്തെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. സ്വസ്ഥത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി ഇപ്പോൾ തന്നെ കർത്താവെ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. ആമാശയത്തിൽ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്.
അതുപോലെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകളിലെയും വേദന, ആർത്രൈറ്റിസ്, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിനറി ബ്ലാഡറിനുള്ള ചില തകരാറുകൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികളെ കർത്താവ് എന്നെ കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് ചില ഭാര്യമാരിൽ ഫലോപ്യൻ ട്യൂബിന് പ്രോബ്ലമുള്ള അത് കർത്താവ് റെക്ടിഫൈ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓവറിയിലുള്ള ചില തകരാറുകളെ കർത്താവ് എടുത്തു മാറ്റും. യൂട്രസിനകത്തുള്ള ചില തകരാറുകളെ കർത്താവ് എടുത്തു മാറ്റുന്നു. അപ്പോൾ തന്നെ ഭർത്താക്കന്മാരിലുള്ള ചില അപാകതകളെയും കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുന്നു. ഇൻ ജീസസ് നെയിം, താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ആ സൗഖ്യത്തെ സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് അലർജികൾ മാറും. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അലർജികൾ മാറട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറട്ടെ. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ജോലി വേണ്ടവർക്കത് ലഭിക്കട്ടെ. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്തേക്ക് പോകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും കർത്താവേ അങ്ങ് വിടുതലും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് യേശു കർത്താവ് നൽകുന്ന നിത്യജീവൻ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചാലും, യേശുവേ, എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. അങ്ങയെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായും കോൾ സെൻറ്റർ നമ്പറിൽ വിളിച്ച് പറയുക. കർത്താവ് ധാരാളമായി നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ എല്ലാ ജില്ലകളിലും പല സ്ഥലങ്ങളിലുമുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. എല്ലാ ഞായറാഴ്ച 9:30 മണി മുതൽ നടക്കുന്ന പ്രത്യേക പ്രേയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.